ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനത്തിനകത്തുണ്ടല്ലോ, വോട്ട് കിട്ടിയില്ലെങ്കിൽ ഏത് വ്യക്തിയെയും തള്ളിപ്പറയും. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രൊമോ പുറത്തു വിട്ടു. അതിനകത്ത് നമ്മൾ വിചാരിക്കാത്തതുപോലെ ആര്യൻ ജിസേലിനെ തള്ളിപ്പറയുന്നതാണ് കാണുന്നത്. ലാലേട്ട, അവൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് തലവേദന എടുക്കും, ലക്ഷ്മിയാണെങ്കിൽ ആ കുഴപ്പമില്ല എന്ന് പറയുന്ന ആര്യൻ്റെ ഡബിൾ സ്റ്റാൻഡാണ് ഈ കൃത്യമായിട്ട് ഈ പ്രൊമോയ്ക്കകത്ത് കാണുന്നത്. അവിടുത്തെ മത്സരാർത്ഥികളായ അക്ബറും നെവിനും ഒക്കെ തന്നെ പരിഹസിച്ചിരിക്കുന്നുണ്ട് ആര്യനെതിരെ. ഏതായാലും ആര്യൻ ചമ്മി കുരു പൊട്ടുന്നതാണ് നമുക്ക് കാണുന്നത്. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നതും കാണാം. ഏതായാലും ജിഫേലിനെ വിട്ട് ലക്ഷ്മിയിലേക്ക് പോകുന്ന ആര്യൻ്റെ ഡബിൾ സ്റ്റാൻഡ് എന്ന് തന്നെ പറയാം. ഏതായാലും ജിഫേൽ പറ്റിക്കപ്പെട്ടു എന്ന് 100% ഉറപ്പാണ്. ജിഫേൽ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം അവൻ പറയും പൊക്കോ പൊക്കോ, അവൻ ഉറങ്ങണം, അങ്ങനെയൊക്കെയുള്ള രീതി പറയുകയും ലക്ഷ്മി വന്നു കഴിയുമ്പോൾ മണിക്കൂറോളവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആര്യനെ കാണാൻ പറ്റുന്നുണ്ട് ലാലേട്ട എന്ന് പറയുന്നു. ഏതായാലും ആര്യനെ സംബന്ധിച്ച് പുറത്തു നിന്ന് അവർ ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞു, അനിയനും അമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പം തൻ്റെ ലവ് ട്രാക്ക് ജിഫേലുമായിട്ടുള്ള ബന്ധം പുറത്ത് വളരെയധികം നെഗറ്റീവാണ്, അത് തനിക്ക് പ്രയോജനം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് ആര്യൻ്റെ ഈ അടവ് നയം മാറ്റം. ജിഫേൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ജിഫേൽ ആര്യനുമായിട്ട് ആ സൗഹൃദം പങ്കിടാൻ തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ആര്യൻ അങ്ങനെയല്ല. ആര്യൻ കൃത്യമായിട്ട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ ജിഫേലിനെ തള്ളിപ്പറയുന്നതാണ് നമ്മളിത് കാണുന്നത്. എന്തൊക്കെയായിരുന്നല്ലേ, പാത്രം കഴുകി കൊടുക്കുന്നു, തുണി കഴുകി കൊടുക്കുന്നു, ആഹാരം വാരി കൊടുക്കുന്നു, ജിഫേലിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആര്യനെ നമുക്ക് കാണാം. ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, പുതപ്പിട്ട് മൂടി കിടക്കുന്നു, അനുമായിട്ട് പ്രശ്നമുണ്ടാകുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ആര്യൻ മാറ്റി പറയുന്നതാണ് ഈ പ്രൊമോയ്ക്കകത്ത് വ്യക്തമാകുന്നത്. ഏതായാലും ജിഫേൽ എന്ന് പറയുന്നത് നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു. ഈ ആഴ്ച പുറത്തു പോകുന്നു. ഇതിനിടയിൽ ഡബിൾ ഷോക്കായിട്ട് ആര്യൻ്റെ ഈ തള്ളിപ്പറച്ചിലും കൂടെ കണ്ടു കഴിഞ്ഞപ്പം ഏതായാലും ജിഫേൽ തകർന്നു പോകാനാണ് സാധ്യത. ഏതായാലും എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഞായറാഴ്ചത്തെ എപ്പിസോഡിലാണ് ജിഫേലിൻ്റെ പുറത്താകൽ. സീക്രട്ട് റൂമിലാണോ അല്ലയോ എന്നുള്ളത് വരും മണിക്കൂറിൽ നമുക്കറിയാൻ പറ്റും. കാത്തിരിക്കാം.